ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഗ്യാൻ മുദ്രയെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളുടെ മുദ്രാശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഗ്യാൻ മുദ്ര. അപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടതുപോലെ ഇപ്പം നമ്മളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു പൊസിഷൻ, അതിനെയാണ് നമ്മൾ ഗ്യാൻ മുദ്ര എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ മുദ്രകളിലെ രാജാവാണ് ഗ്യാൻ മുദ്ര. ഇതിന് വേറൊരു പേരുണ്ട്, ചിൻ മുദ്ര എന്നും കൂടി പറയും. അപ്പോൾ ഈ ഒരു മുദ്രയുടെ പ്രത്യേകത, നമുക്കൊരു പ്രത്യേക പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യണമെന്നില്ല. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ അടിച്ചു വാരുന്ന സമയത്ത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു സമയത്തെല്ലാം നമുക്ക് ഈ ഒരു മുദ്ര, യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെ നമുക്ക് ഈ മുദ്ര പരിശീലിക്കാവുന്നതാണ്. അപ്പം മിനിമം ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളതൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം ഒരു 2-3 ദിവസം ചെയ്താലൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് എങ്കിലും നമ്മളിത് ചെയ്യണം. ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ തള്ളവിരലും ചൂണ്ടുവിരലും ഞാൻ പറഞ്ഞല്ലോ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തള്ളവിരൽ പ്രതിനിധാനം ചെയ്യുന്നത് യൂണിവേഴ്സിനെയാണ്, അതായത് സുപ്രീം സോളിനെയാണ് തള്ളവിരൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ചൂണ്ടുവിരൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു യുണീക്ക് സോൾ, അതായത് നമ്മൾ. അപ്പം ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വഴി നമുക്ക് എന്താണ്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്, അതായത് ഒരു യൂണിയൻ, പരബ്രഹ്മമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ തള്ളവിരൽ ഫയറിനെയും ചൂണ്ടുവിരൽ വായു, എയറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരു പോയിന്റിലോട്ട് കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പല ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്, മനസ്സിലും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഗ്യാൻ മുദ്ര പരിശീലിക്കുന്ന വഴി നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമ്മളുടെ മനസ്സിൻ്റെയും നമ്മളുടെ ബ്രെയിനിൻ്റെയും ഒരു യോഗം, ഒരു യൂണിയൻ ഈ മുദ്ര പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൂണ്ടുവിരൽ നമ്മുടെ മനസ്സായിട്ടും തള്ളവിരൽ നമ്മുടെ ബ്രെയിനായിട്ടും സങ്കല്പിക്കുക. എന്നിട്ട് ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സും ബ്രെയിനും ഒന്ന് കണക്ഷനിലോട്ട് വരും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ശുദ്ധമാക്കി തരുന്ന ഒരു മുദ്രയാണ് ഗ്യാൻ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം ഈ ഒരു മുദ്ര പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും പീനിയൽ ഗ്രന്ഥിയും നമ്മുടെ ഹൈപ്പോ തലാമസിനെയും പ്രവർത്തനക്ഷമമാക്കുന്നതാണ്. അപ്പം ഒന്നുമല്ല, ബ്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കും. അതേപോലെ മെയിനായിട്ട് ഈ മുദ്രയെ സരസ്വതി മുദ്ര എന്ന് പറയും. സരസ്വതി മുദ്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ജ്ഞാനദേവത സരസ്വതിയാണ്. അപ്പോൾ നമുക്കറിയാം ഓർമ്മ, ആ ഒരു IQ ലെവൽ നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മുദ്രയാണ് ഗ്യാൻ മുദ്ര. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളെ വർദ്ധിപ്പിച്ച് ചീത്ത ചിന്തകളെ ഇല്ലായ്മ ചെയ്യും. അത് ഈ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒത്തിരി ഗുണം, നമ്മുടെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഈ മുദ്രയിലൊക്കെ ഞാൻ വിശ്വാസം എനിക്ക് വന്നു തുടങ്ങിയത് ഞാനിത് ചെയ്ത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതായത് ആ ഒരു ഗ്യാൻ മുദ്രയിൽ ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൻ്റെ ആ ഒരു തോട്ട് പാറ്റേൺ തന്നെ മാറിപ്പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് ഏകദേശം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ടു ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ടു ഒരു 1 മന്ത് വരെ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റായുള്ള റിസൾട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പറയുന്ന നല്ല ചിന്തകൾ നമുക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് തനിയെ യൂഷ്വലായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, മാനസിക സമ്മർദ്ദം, ഇതെല്ലാം ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും, ഒരുവിധം പെട്ട എല്ലാ ആൾക്കാരെയും പ്രശ്നങ്ങൾ ഇത് മാറുമ്പോൾ തന്നെ മാറും. ദേഷ്യ, അസൂയ, മാനസിക സമ്മർദ്ദം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ആ ഒരു ഡിപ്രഷൻ മോഡ് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സും തലച്ചോറും എതിർദിശയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കൂട്ടത്തിൽ മാനസിക സംഘർഷം ഉണ്ടാവുന്നത്, അല്ലേ? മനസ്സും തലച്ചോറും എതിർദിശയിൽ പ്രവർത്തിക്കുമ്പോഴല്ലേ നമുക്ക് മാനസിക സംഘർഷം ഉണ്ടാകുക. അപ്പോൾ അത് രണ്ടിനെയും യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണോ നമ്മുടെ ചിന്ത, അതിനനുസരിച്ച് നമ്മുടെ തലച്ചോറ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ തലച്ചോറും ചിന്തയും തമ്മിൽ ഒരേ ഒരു ലയനത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതായത് പോസിറ്റീവ് ചിന്തകൾ നമുക്ക് തനിയെ വരും. അതുപോലെ ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ ഗ്യാൻ മുദ്ര നല്ലൊരു റെമഡിയാണ്.
അതുപോലെ ഉത്കണ്ഠ, പ്രമേഹം, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്ക് പോലും ഉറക്കമില്ലായ്മ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം ഇതൊന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഗുണം അറിയാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഈ തലവേദനയുള്ള ആൾക്കാർക്ക് ഈ ഒരു മുദ്ര, ചെന്നിക്കുത്ത് എന്നൊക്കെ പറയും, അവർക്കൊക്കെ ഇത് നല്ലതാണ് ഈ മുദ്ര. അതുപോലെ തന്നെ നമ്മളുടെ മാനസിക രോഗം, മീൻസ് പലതരത്തിലുള്ള മാനസിക രോഗം പറയുന്നില്ല, മെയിൻലി OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ചിന്തകളെ ലഘൂകരിക്കാൻ നമുക്ക് ഗ്യാൻ മുദ്ര നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പരിധിയല്ല, ഒരു 90% ടു 98% ഈ പറയുന്ന അസുഖങ്ങളെല്ലാം ഈ ഒരു മുദ്ര ചെയ്യുന്നതിലൂടെ മാറിപ്പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, എന്തെങ്കിലും സ്കിൻ അലർജിക് ആയിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ ഒരു മുദ്ര വളരെ നല്ലതാണ്. അതുപോലെ നമ്മളുടെ മുഖത്തിന് ഒരു കാന്തി, നമ്മുടെ ശരീരത്തിനൊരു കാന്തി തരാനൊക്കെ ഈ ഒരു മുദ്ര നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഭാരം കുറയ്ക്കാൻ, ചിന്തകളുടെ ഭാരവും കുറയ്ക്കും, നമ്മുടെ ശരീരഭാരവും ഈ ഒരു മുദ്ര കുറയ്ക്കുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ദോഷചിന്തകളെ അകറ്റി മനസ്സിനെ ഒരു ധ്യാന സാധനയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു മുദ്ര നമ്മളെ സഹായിക്കും. നമ്മളെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന മുദ്രയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മുദ്രയുടെ പ്രധാന പോയിൻറ്റ്സ്. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഉറക്കക്കുറവ് മാറ്റും, അതുപോലെ ഡിപ്രഷൻ മാറ്റും, ഈ പറയുന്ന അൺവാണ്ടഡ് തോട്ട്സിനെ ഇല്ലായ്മ ചെയ്യും. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു മുദ്രയാണ് ഗ്യാൻ മുദ്ര. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരിശീലിക്കുക. ജസ്റ്റ് ഒരു ദിവസം ഒരു 15 മിനിറ്റ്, ഇപ്പം 2 കൈയിലും നമുക്ക് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ഒരു കൈയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു 15 മിനിറ്റ് ചെയ്യുക. ഇനിയിപ്പം ഇതിന് നമുക്ക് എളുപ്പം റിസൾട്ട് കിട്ടണമെങ്കിൽ 45 മിനിറ്റ്സ്, ഒരു ദിവസം ഒരു 45 മിനിറ്റ്സ് എങ്കിലും ചെയ്യണം. അപ്പോൾ ഒരു 3 തവണ 15 മിനിറ്റ് വെച്ചിട്ട് ചെയ്താലും ഈ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് അല്ലേ. നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു റിതം എപ്പോഴും ആ ഒരു പാറ്റേണിൽ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതേപോലെ തന്നെ മുദ്രയുടെ മാസ്റ്റർ, ഇപ്പോൾ എല്ലാ മുദ്രകളിലും ഏറ്റവും മാസ്റ്ററായിട്ടുള്ള മുദ്ര എന്ന് പറയുന്നതാണ് ഗ്യാൻ മുദ്ര, അല്ലെങ്കിൽ ചിന്മുദ്ര, അല്ലെങ്കിൽ സരസ്വതി മുദ്ര. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.